हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് 60ഉം 61ഉം ഇന്നത്തെ പോലെ തന്നെ 60, 61. ഭഗവാൻ ഭഗഹാനന്ദി വനമാലി ഹലായുധ ആദിത്യോർജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമ സുധന്വാഖണ്ഡപരശുർ ദാരുണോ ദ്രവിണപ്രദ ദിവാസ്പൃക് സർവദൃക്വ്യാസോ വാചസ്പതിരയോനിജ. ഇന്നത്തെ ആദ്യത്തെ നാമം 565 സഹിഷ്ണു. സഹിഷ്ണു മീൻസ് സഹനശീലൻ എന്നർത്ഥം. പേഷ്യൻ്റ്. പേഷ്യൻ്റ് ഫോർട്ടിറ്റ്യൂഡ് എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ എന്ത് വാക്കാന്ന് പറയാന്നറിയില്ല. സഹനശീലൻ, എല്ലാം സഹിക്കാൻ തയ്യാറുള്ളവൻ, എല്ലാം പൊറുക്കാൻ തയ്യാറുള്ളവൻ. ഫോർബെയറൻസ് ഇതൊക്കെയോ വാട്ടെവർ യു കോൾ ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. പൊറുക്കാനുള്ളൊരു മനസ്സ്, ക്ഷമിക്കാനുള്ളൊരു മനസ്സ്, എന്ത് വന്നാലും അവനവൻ്റെ താളം തെറ്റാതെ അടിയുറച്ച് നിൽക്കാനുള്ളൊരു ധീരത, ഇതൊക്കെയാണ് ആ വാക്കിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കേണ്ട അർത്ഥങ്ങൾ. സഹിഷ്ണു, സഹനശീലൻ എന്നർത്ഥം. കായികവും മാനസികവുമായ തലത്തിലാണ് രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, മാനാഭിമാനം, ജയം അപജയം എന്നൊക്കെ ഉണ്ടാവുന്നത്. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ലെവൽ ടു സം എക്സ്റ്റെൻറ്റ് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ലെവലിലും ഉണ്ടാവും. ജയം വിജയം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള ലെവലിലും. അപ്പോൾ ബോഡി, മൈൻഡ്, ഇൻ്റലക്റ്റ്, ഈ 3 ലെവലിലാണ് പ്രാണമയ കോശം, അന്നമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം. ഈ 4 കോശങ്ങളിലാണ്, ഈ ഏരിയാസിലാണ് ഇവരുടെ വിഹാരം. ദാറ്റ് ഈസ് ദി ഓൺലി ഏരിയ അഡ്മിറ്റഡ് ഫോർ ദെയർ പ്ലേ. അതാണ് അവരുടെ പ്ലേ ഗ്രൗണ്ട്. ആരുടെയൊക്കെ രാഗദ്വേഷം, ദുഃഖം സുഖം, മാനാഭിമാനം, ജയം പരാജയം. ദീസ് ആർ കോൾഡ് ദ്വന്ദ്വങ്ങൾ. ദ്വന്ദ്വങ്ങൾ മീൻസ് പെയർ ഓഫ് ഓപ്പോസിറ്റ്സ്. സുഖം ദുഃഖം, ജയം അപജയം, രാഗം ദ്വേഷം, മാനം അഭിമാനം, ഇങ്ങനെയുള്ള കോൺട്രഡിക്ടറി എമോഷൻസ്, ഫീലിങ്സ് ഓർ ആക്ഷൻസ് ഓർ റിസൾട്ട്സ് ഓർ സിറ്റുവേഷൻസ്, അതിനെയാണ് ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്നത്. ദ്വന്ദ്വം മീൻസ് 2. ഏകം ദ്വന്ദ്വം, രണ്ട് ദ്വന്ദ്വം. സോ ദേ ആർ കോൾഡ് പെയർസ് ഓഫ് ഓപ്പോസിറ്റ്സ്. ഇതൊക്കെ ഈ തലങ്ങളിൽ ഉണ്ടാവുള്ളൂ. ബോഡി ലെവൽ, മൈൻഡ് ലെവൽ, ഇൻ്റലക്ച്വൽ ലെവൽ. അപ്പോൾ ഈ വക തലങ്ങളിൽ വിട്ട് ഇതിൽ നിന്നൊക്കെ മേപ്പോട്ട് പോയി വിജ്ഞാനമായ കോശം കഴിഞ്ഞ് ആനന്ദമായ കോശത്തിൽ ഇരിക്കുന്ന, അവിടെ റിസൈഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഗുണങ്ങൾ എങ്ങനെ ഉണ്ടാവാനാണ്? പ്രാണമയ കോശം, അന്നമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ഈ 4 കോശങ്ങളിലുള്ള റെസിഡൻസിനെ മാത്രമേ ഈ രാഗദ്വേഷങ്ങൾ ബാധിക്കുള്ളൂ. നേരെ മറിച്ച്
ആനന്ദമയ കോശത്തിലുള്ള റെസിഡൻറ്റിനെ ഇത് ബാധിക്കുന്നില്ല. അവിടെ ഇതൊന്നുമില്ല. യു ആർ ബിയോണ്ട് യുവർ ബോഡി, ബിയോണ്ട് യുവർ മൈൻഡ്, ബിയോണ്ട് യുവർ ഇൻ്റലക്ട്. മനസ്സിലായില്ലേ? അവിടെ ഒന്നും ബാധിക്കുന്നില്ല. യുവർ സ്റ്റേറ്റ് ഓഫ് സുഷുപ്തി. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പറയാം. സുഷുപ്തി അവസ്ഥയിലിരിക്കുന്നവർക്ക് എവിടെ ദേഹാഭിമാനം? പറയൂ. സ്വപ്നം കണ്ടതിൻ്റെ വല്ല ഗുണവും സുഷുപ്തി അവസ്ഥയിലുണ്ടോ? ഒന്നുമില്ല. വേക്കർ ജാഗ്രത അവസ്ഥയിലിരിക്കുന്ന വല്ല വികാരങ്ങളും സുഷുപ്തി അവസ്ഥയിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിന് ഈ ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും നടക്കുന്ന ഒരു ക്രയവിക്രയങ്ങളും സുഷുപ്തി അവസ്ഥയിൽ ഇരിക്കുന്നവനെ ബാധിക്കുന്നില്ല. ഈസ് പീസ് ഓൾവേസ്. ഈ ആനന്ദമയ കോശത്തിൽ ഇരിക്കുന്നവൻ വ്യവഹാരങ്ങൾക്കായിട്ട് ചിലപ്പോൾ മനോമയ കോശത്തിലേക്കും ബുദ്ധിമയ കോശത്തിലേക്കും പ്രാണമയ കോശത്തിൽ അന്നമയ കോശത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് വരാം. ആസ് എ വിസിറ്റർ, ആസ് എ ടൂറിസ്റ്റ്. അവിടുത്തെ നിയമങ്ങളൊന്നും ബാധിക്കുന്നില്ല. ഈസ് എ ഫോറിൻ റെസിഡൻറ്റ്. വിദേശത്ത് നിന്ന് വന്നവനാണ്. അവിടുത്തെ എന്താ വെച്ചാൽ ആവശ്യം കഴിഞ്ഞാൽ നേരെ തിരിച്ചു പോവുക. ചിലപ്പോൾ ഒരു തമാശയ്ക്ക് വന്നതാവും, ടൂറിസ്റ്റായിട്ട് വന്നതാവും. സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുമ്പോഴേക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ, ആൾക്കാരൊക്കെ എങ്ങനത്തെ അവരാണ് ഒന്ന് അറിയാൻ വേണ്ടി വന്നതാവാം. അല്ലെങ്കിൽ അവർക്ക് വല്ല നെസസിറ്റീസ് ഉണ്ടാവാം. അതൊക്കെ സംഭവമല്ലേ. അപ്പോൾ ഭഗവാനാണെങ്കിലും ഒരു അവതാര പുരുഷനായിട്ട് അവതരിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ വേഷം എടുത്ത് വന്നു കഴിഞ്ഞാൽ, ആ ഫാൻസി ഡ്രസ്സ് കെട്ടിയാൽ, നായായിട്ട് ജനിച്ചാൽ വാലാട്ടണല്ലോ. വേറെ വഴിയുണ്ടോ? അപ്പോൾ ഔട്ട് ഓഫ് ഷിയർ നെസസിറ്റി, ഔട്ട് ഓഫ് ഷിയർ പ്രൊഫഷണൽ നെസസിറ്റി, ചിലപ്പോൾ അങ്ങനെ ഈ ആനന്ദമയ കോശത്തിൽ ജനിച്ചു വളർന്ന അവിടുത്തെ റെസിഡൻ്റായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ മനോമയ കോശത്തിലും വിജ്ഞാനമയ കോശത്തിലും അന്നമയ കോശത്തിലും പെരുമാറേണ്ടി വരും. അവരൊരു കാര്യം കഴിച്ച് അവർ പോകണു. ജസ്റ്റ് ലൈക്ക് ടൈപ്പ് റൈറ്റർ, വെരി വെരി ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ. ടൈപ്പ് റൈറ്റർ, ഹോം ലൈൻ. അത് കഴിഞ്ഞിട്ട് അവർ ഹോം ലൈനിലേക്ക് വരുന്നു. ഫിംഗർ മുകളിൽ പോയി അടിച്ചു, താഴ്ത്തു വന്ന് അടിച്ചു, ഉടനെ ഹോം ലൈനിലേക്ക് വരും. പണി കഴിഞ്ഞാൽ വീട്ടിലെത്തി. അപ്പോൾ ഭഗവാനും ഇന്ദ്രിയങ്ങളുണ്ട് ഇല്ലേ? ശ്രീരാമചന്ദ്രൻ, ശ്രീകൃഷ്ണൻ, ഇവർക്കൊക്കെ ഇന്ദ്രിയങ്ങളില്ലേ? ഇല്ലേ? ഇന്ദ്രിയ വിഷയങ്ങൾ അവർ കാണുന്നില്ലേ? ഉണ്ട്. ഇന്ദ്രിയങ്ങളുണ്ട് അവർക്ക്. ഇന്ദ്രിയ വിഷയങ്ങളുടെ കണ്ണ്, മൂക്ക്, കാത്, നാക്ക്, തൊക്കെ അവർക്കില്ലേ? എല്ലാം ഉണ്ടല്ലോ അവർക്ക്. ഈ അവരുടെ ഇന്ദ്രിയങ്ങൾ ചിലപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോയി എന്ന് വരും, പോകാണ്ടിരിക്കില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിസായിട്ട് നടക്കേണ്ടി വരില്ലേ? ഗുഡ് ഫോർ നത്തിങ് അതല്ലല്ലോ ഭഗവാൻ. ഗുഡ് ഫോർ നത്തിങ് അല്ലല്ലോ. അപ്പോൾ ഭഗവാനും വേണ്ടി വരും. ഭഗവാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് കൂൾ ഡ്രിങ്ക് കുടിക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് വെയിലത്ത് നടക്കേണ്ടി വരും, ചിലപ്പോൾ രണ്ട് ആൾക്കാരോട് എന്തെങ്കിലും സംസാരിക്കേണ്ടി വരും. ഇതൊക്കെ എന്താ? ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ അവരുടെ അപ്രോപ്രിയായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വ്യാപരിക്കുന്നു. സാധാരണക്കാരൻ നമ്മളെപ്പോലുള്ളവർക്ക് അതന്നെ ചെയ്യണത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളുടെ ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് ബന്ധപ്പെടുന്നു. പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളുടെ ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് സർക്കത്ത്, എന്താ പറയുക, സവാരിയൊക്കെ കഴിഞ്ഞ് മെല്ലെ സുഖിച്ച് ഇപ്പം അങ്ങോട്ട് തിരിച്ചു പോകണോ എന്നൊക്കെ ആയിട്ട് ഈ റെവൽസ് ഇൻ ദാറ്റ് ടെമ്പററി പ്ലഷർ. നേരെ മറിച്ച് ഭഗവാൻ അങ്ങനെയല്ല. ബിക്കോസ് ഈസ് എ റെസിഡൻറ്റ് ഓഫ് എ ഫോറിൻ കൺട്രി. ആനന്ദമയ കോശത്തിലെ റെസിഡൻറ്റാണ്. US പാസ്പോർട്ടാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ആ പർപ്പസ് കഴിഞ്ഞാൽ the indriyas are withdrawn, simply withdrawn, without any residual impressions, no vasanas, ഒന്നുമില്ല. വാസനകൾ ഇല്ലാതെ വാസനകളില്ലാന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് ആ റിയാക്ഷൻസ് ഇല്ല, എന്താ പറയുക, ആ ഫീലിങ്സ് ഇല്ലയെന്ന് ഞാൻ പറയില്ല. ഐസിൻ്റെ മുകളിൽ തൊട്ടാൽ തണുക്കും. അത് ഭഗവാൻ കൃഷ്ണനായാലും ശരി രാമനായാലും ശരി തണുക്കും. പക്ഷേ ഈ തണുത്ത വെള്ളം മേത്ത് വീണ് കഴിഞ്ഞാൽ രൂപ തരാ മസ്താനാന്ന് പാടില്ല ഭഗവാൻ. മനസ്സിലായോ? അതിൽ രമിക്കുന്നില്ല. അൺകൺസേൺ. ഈസ് നോട്ട് കൺസേൺഡ് അറ്റ് ഓൾ. ദാറ്റ് ഈസ് ഹൗ ഹിസ് കെമിസ്ട്രി ഈസ്. ഹിസ് അല്ല, ആരുടെയും, എല്ലാവരുടെയും
ഇഫ് യു ആർ എ ഫോറിനർ നോട്ട് ബിലോങ്ങിങ് ടു BMI ഗ്രൂപ്പ്, ആനന്ദമയ കോശത്തിലെ റെസിഡൻ്റാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ആനന്ദമയ കോശത്തിൽ നിന്ന് ചില സമയത്ത് മഹാശയന്മാരാം മുനിമാർ അനുവേലം ബ്രഹ്മനിശ്ചല ധ്യാനം നിർത്തി വിശ്രമിക്കുമ്പോൾ ആ സമയത്ത്, വിശ്രമ സമയത്ത് അവർക്ക് ചിലപ്പോൾ ബാഹ്യലോകത്ത് ആയിട്ട് ബന്ധപ്പെടേണ്ടി വരും. യെസ്, പെട്ടോട്ടെ, യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിൽ. അതൊന്നും അവരുടെ ഇമ്പ്രഷനായിട്ട് മാറുന്നില്ല. അതൊന്നും അവർ കൺസേൺഡ് അല്ല. അതിൽ എന്ത് തന്നെ വന്നാലും അത് പൊറുക്കാനുള്ള ശക്തി ഉണ്ട് അവർക്ക്. അവർക്കറിയാം ഈ ഇന്ദ്രിയ വിഷയങ്ങളെ തൊട്ടാൽ ഫീലിങ്സ് ഉണ്ടാവും, കാമക്രോധ ലോപാദികൾ വരും, രാഗദ്വേഷങ്ങളുണ്ടാവും, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ. ദാറ്റ്സ് ദി എൻഡ് ഓഫ് ഇറ്റ്. അതെന്നെ ബാധിക്കുന്നില്ല, എൻ്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നില്ല. അപ്പോൾ ഭഗവാന്റെ മനസ്സ് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ ആ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ ആ കാര്യം കഴിച്ച് സുഖമായിട്ട് കുളിപ്പിച്ചു തിരിച്ചു കൊണ്ടുപോരും. അവിടെ ആ മണ്ണിൽ കിടന്ന് കളിക്കുന്നില്ല, അവിടെ റെവൽ ചെയ്യുന്നില്ല, അതിനോടൊരു ഭ്രമവുമില്ല. അതിനേക്കാൾ ഭ്രമിക്കുന്ന സാധനം അവിടെ കിട്ടണത്. പിന്നെന്താ? ഈ ഇവിടെ ആനന്ദമായ കോശത്തിൽ അദ്ദേഹം വന്ന് പടി കയറി കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കുന്നത് എന്താ? എല്ലാം പരമാനന്ദം. പിന്നെ എന്തിനാ ഈ നക്കാപ്പിച്ച ഹാപ്പിനെസ്സിന് അങ്ങോട്ട് പോണ്? വീട്ടിലും മൃഷ്ടാനുള്ളപ്പോൾ പിന്നെ അതിൻ്റെ ഭിക്ഷ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്താ കാര്യം? അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളാണെങ്കിൽ പോലും ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ പോയാൽ അതാത് കർമ്മങ്ങൾ ചെയ്ത് തീർക്കേണ്ടത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോയിരുന്നു. വിതൗട്ട് എനി ഇമ്പ്രഷൻ. ഒന്നും വരുന്നില്ല, ഒരു ഇമ്പ്രഷനും കൂടെ വരുന്നില്ല. കാരണം അവരുടെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്ന് പറയുന്നതെല്ലാം തന്നെ ഇൻസുലേറ്റഡ്, ഇതിൽ നിന്നൊന്നും ബാധിക്കാത്ത രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിരിക്കുക. ചക്ക വെട്ടുമ്പോൾ വെളിച്ചെണ്ണ തേക്കണം കണ്ടിട്ടുണ്ടോ? കയ്യുമ്മൽ എന്താ മുളഞ്ഞു വെച്ചില്ല. അപ്പോൾ ഒരു ഇമ്പ്രഷനും ഉണ്ടാവില്ല. ചക്ക വെട്ടിയ കയ്യാ തോന്നില്ല. ആ വെളിച്ചെണ്ണ ഇടാണ്ടൊക്കെ ചക്ക വെട്ടി നോക്കൂ, അയ്യേ കാശയാവും കയ്യ്. ഇതാണ് നമ്മുടെ സ്ഥിതി. ഭഗവാനാണെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളായിട്ട് എന്ത് ബന്ധം പുലർത്തിയാലും അതിൽ നിന്ന് വരുന്ന ഒരു റിസൾട്ടും രാഗം, ദ്വേഷം, സുഖം, ദുഃഖം, മാനം, അഭിമാനം, ജയം, പരാജയം, ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. ഈസ് ജസ്റ്റ് നോട്ട് ബോതേർഡ്, അൺകൺസേൺഡ്, ടോട്ടലി ഡിറ്റാച്ച്ഡ്. മാത്ര സ്പർശസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ അനിത്യ താം തിരീക്ഷസ്വ ഭാരത. മാത്ര സ്പർശസ്തു കൗന്ദേയ. ഇന്ദ്രിയ വിഷയങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആരായാലും ശരി, ഹൂവർ ഇറ്റ് ഈസ്, ദേവേന്ദ്രനായാലും ശരി, മഹാവിഷ്ണു ആയാലും ശരി, എപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളെ ടച്ച് ചെയ്യുന്നോ their അനുഭവം സ്റ്റാർട്ട്സ്, എക്സ്പീരിയൻസ് സ്റ്റാർട്ട്സ്. മാത്ര സ്പർശസ്തു കൗന്ദേയ ശീത ഉഷ്ണ സുഖ ദുഃഖത. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങൾ വിൽ ബി ബോൺ നാച്ചുറൽ. അത് ഒരു ഇന്ദ്രിയ വിഷയത്തിനോട് കുറച്ച് നേരം ഉണ്ടായി കഴിഞ്ഞാൽ, സമ്പർക്കം പുലർത്തി കഴിഞ്ഞാൽ ഒരു അനുഭവം വരും. കുറേ കഴിഞ്ഞാൽ ആ അനുഭവം കൂടും, ചിലപ്പോൾ അനുഭവം കുറയും. വേറൊരു ഇന്ദ്രിയ വിഷയത്തിനോട് സമ്പർക്കം ചെയ്യുമ്പോൾ കിട്ടുന്നത് വേറൊരു രീതിയിൽ. അപ്പോൾ ഈ കിട്ടുന്ന സുഖവും ദുഃഖവും ഉണ്ടല്ലോ, ഇന്ദ്രിയങ്ങളെ സ്പർശിക്കുമ്പോൾ കിട്ടുന്നത്, അതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അനിത്യങ്ങളാണ്. ഇല്ലാത്തത് വരുന്നു, വന്നത് പോണു. അങ്ങനെ ട്രെയിൻ ഓഫ് എന്താ പറയുക എക്സ്പീരിയൻസ്. ആഗമാവായിനോ അനിത്യ. അതൊക്കെ അനിത്യങ്ങളാണ്. ദേ ആർ നോട്ട് പെർമനൻറ്റ്. വൈ ആർ യു വറീഡ്? ദാറ്റ് ഇസ് നോട്ട്. അത് നിങ്ങളെ പെർമനൻ്റായിട്ടൊരു ഒരു സുഖം നിങ്ങൾക്ക് കിട്ടില്ല, പെർമനൻ്റായിട്ടൊരു ദുഃഖം കിട്ടില്ല. കുറച്ച് സുഖം ഉണ്ടാവും, കുറച്ച് ദുഃഖം വരും. സുഖത്തിനപ്പുറം ദുഃഖം, ദുഃഖത്തിനപ്പുറം സുഖം. ഇതിങ്ങനെ സൈക്കിളാണ്, അതുണ്ടാവുന്നതാണ്, സ്വാഭാവികം. നത്തിങ് ടു വണ്ടർ. അപ്പോൾ ആഗമാവായിനോ അനിത്യ താം തിരീക്ഷസ്വ ഭാരത. അതിനെ പൊറുക്ക്, സഹിച്ചേനെ. ബി ടോളറൻറ്റ് ടു ദം, ദോസ് ഫീലിങ്സ്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്.
ചാടിത്തുള്ളേണ്ട കാര്യമൊന്നുമില്ല. ആഹാ ഹീ ഹീ ഒന്നും പറയേണ്ട കാര്യമില്ല. ഒരേ ലെവലിൽ അതിനെ കാണുക. കാരണം അത് വരും, അത് പോവും. ദേ ആർ യുവർ ഗസ്റ്റ്സ്. ദേ ആർ നോട്ട് ഗോയിങ് ടു. ഇവിടെ പെർമനൻ്റായിട്ട് താമസിക്കാൻ വന്നവരൊന്നുമല്ല. നീ അവിടെ പെർമനൻ്റായിട്ട് താമസിക്കാനും പോകണില്ല. അപ്പോൾ നോ പ്രോബ്ലം. നീ എൻ്റെ പണി കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോക്കോ. എന്തിനൊന്നും എൻ്റെ കൂടെ വരില്ല. ഇവർക്കൊന്നും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഈ സുഖദുഃഖങ്ങൾക്കും രാഗദ്വേഷങ്ങൾക്കും ഒന്നും തന്നെ ആനന്ദമായ കോശത്തിലേക്ക് പ്രവേശനമില്ല. അവർക്ക് പാസ്പോർട്ടും ഇല്ല, വിസയില്ല. അവരുടെ പാസ്പോർട്ടിന് അങ്ങോട്ട് റെസ്ട്രിക്റ്റഡാണ്. പിന്നെ വേണ്ട വിസ കിട്ടാൻ. എനിക്ക് അങ്ങനെയല്ല. യു ഹാവ് പാസ്പോർട്ട് ടു ഗോ എനിവെയർ, വിസ ടു ഗോ എനിവെയർ. യു ആർ എ സിറ്റിസൺ ഓഫ് ദ വേൾഡ്. ബട്ട് യുവർ കൺട്രി ഓഫ് ഓറിജിൻ ഈസ് ആനന്ദമായ കോശം. അത് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്ന ശ്ലോകമാണത്. മാത്ര സ്പർശസ്തു കൗന്തേയ ശീതോഷ്ണസുഖ ദുഃഖദ ആഗമാപായിനോ നിത്യ താം തിദീക്ഷസ്വ ഭാരത. പാർത്ഥ ശീതോഷ്ണസുഖ ദുഃഖേതു മാത്രാനുവർത്തികൾ. അർജുന, ശീത ഉഷ്ണ സുഖ ദുഃഖം എന്നുള്ളതൊക്കെ അനുവർത്തികൾ. ഇന്ദ്രിയ വിഷയങ്ങളെ ടച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ് ആയിക്കൊണ്ടേയിരിക്കും. അനിത്യങ്ങൾ വരും പോകും. ആഗമാപായിനോ അനിത്യ, അനിത്യങ്ങൾ വരും പോകും. തിദീക്ഷസ്വ ഭാരത, പൊറുക്കുകവ ഭാരത. ഈ പൊറുക്കലിനെയാണ് ക്ഷമ എന്ന് പറയുന്നത്. പേഷ്യൻസ്, സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത്, സഹനശക്തി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഇംഗ്ലീഷ് വാക്ക് കിട്ടേണ്ട വെള്ളം കുടിച്ചേർന്നില്ലേ, അതിൻ്റെ പേരാണ് ദുഃഖം. വന്നോട്ടെ പൊക്കോട്ടെ, വൈ ആർ യു വറീഡ് മിസ്റ്റർ? ബിക്കോസ് ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ യുവർ ഓൺ കൺട്രി. എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവുന്ന സംഭവമല്ലോ അത്. ആരോ പുറത്ത് വന്നപ്പോൾ എന്തോ കേട്ടു. വൈ ആർ യു വറീഡ്? നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ പുറമെ എന്തെല്ലാം ബഹളങ്ങൾ കാണും. നമ്മൾ ആർ വി ഗെറ്റിംഗ് ഇൻവോൾവ്? രണ്ടുപേരും ഇരുന്ന് ചണ്ട ചെയ്യുമ്പോൾ തല്ലുവിടുക. അവർ അതിൻ്റെ മേലെ തലവെച്ച് കൊടുക്കാൻ പോരും. അതൊരു വഴിപോക്കന്മാർ കണ്ട പോലെ പലതും കാണുന്നു നമ്മൾ. അതൊക്കെ നമ്മൾ തലയിലിടുക. രണ്ടാൾ വെള്ളം കൂട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് എന്തോടോ വെള്ളം, എന്താ പറഞ്ഞേ, അയാളെന്താ പറഞ്ഞേ? ഒന്നുകിൽ അത് സോൾവ് ചെയ്യുക, അതല്ലെങ്കിൽ മിണ്ടാണ്ടൊക്കെ. രണ്ടുപേർ ശണ്ട ചെയ്യുമ്പോൾ കണ്ടെന്നവിടെ നിൽക്കല. രണ്ടുപേര് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ, യുദ്ധം മീൻസ് വാക്തർക്കങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കരുത്. രണ്ടുപേർ ശണ്ട ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടവിടെ നിൽക്കല. അതെല്ലാം തന്നെ അതിന് തീർപ്പ് കൽപ്പിക്കണം. ശണ്ട ചെയ്യുന്നതും കണ്ടു മിണ്ടാതെ അവിടെ നിൽക്കൊല. ഒന്നുകിൽ അവിടുന്ന് പോവുക, അല്ലെങ്കിൽ മിണ്ടാതെ അവിടെ അങ്ങനെ നോക്കി നിൽക്കരുത്. വിറ്റ്നസ്സായിട്ട് ഒന്ന് സോൾവ് ചെയ്യുക. നമ്മൾ രണ്ടും ചെയ്യില്ല. പാമ്പ് ചാവില്ല, വടിമുറിയില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ് അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ബോദർ ചെയ്യും. നമ്മുടെ മനസ്സിൽ എത്ര കാലം നിൽക്കുക ആ രണ്ടുപേരും കൂടിയിട്ടുള്ള റോഡരികത്ത് വെച്ച് നടക്കുന്ന കാര്യങ്ങൾ, അവിടെ നടക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ വീട്ടിൽ വന്നാൽ എത്ര നേരം നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇറ്റ് ഈസ് ഓൾ ബ്രഷ്ഡ് ഓഫ്. എന്താ കാരണം? നമ്മുടെ വീട്ടിലല്ലല്ലോ. നമ്മുടെ വീട്ടിലാണ് അങ്ങനെ ഒരു ശണ്ട നടന്നു വെച്ചാൽ നമ്മൾ വെറുതെ വിടുമോ? ഇല്ലല്ലോ. അപ്പോൾ അതാ പറഞ്ഞത്. പുറത്തുള്ള കാര്യങ്ങളിൽ, ബാഹ്യ വസ്തുക്കളിൽ ഇന്ദ്രിയ വിഷയങ്ങളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ സുഖദുഃഖങ്ങൾ ഉണ്ടാവും. സാധാരണം അത് വരും പോകും. എത്രയോ എന്താ പറയുക, റോഡ് ഷോസ് നമ്മൾ കാണും. ഈ റോഡ് ഷോ ഒക്കെ നമ്മൾ തലയിൽ കയറ്റി വെച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് അനലൈസ് ചെയ്യാൻ നിൽക്കുക. ചേച്ചേ, അപ്പം അതിനൊക്കെ സഹിക്കാനുള്ളൊരു സഹനശക്തി വേണം. പൊറുക്കുക. ലീവ് ഇറ്റ്. അപ്പറൻ്റ്ലി യു മേ ഗെറ്റ് ആംഗ്രി. വിഷമം തോന്നും. ദേഷ്യം വന്നാലൊക്കെ ഒന്നിങ്ങനെ വിചാരിക്കും, വരണ്ടാന്ന്. ദേഷ്യം വന്നാലോ എന്ന് ആലോചിക്കണമല്ലോ. ദേഷ്യം വരാണ്ടിരിക്കേ പോരെ. ഇത് തൻ്റെ കയ്യിൽ തന്നെയല്ലേ ഈ വാൾവ് കിടക്കണത്. ദേഷ്യം റിലീസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും അടയ്ക്കാനും തുറക്കാനും ഒക്കെ വാൾവ് തൻ്റെ അടുത്ത് തന്നെയല്ലേ. അപ്പോൾ അത് എന്തിനാ പുറത്തേക്ക് വിടണേ? ആവശ്യമില്ലാതെ. അല്ലെങ്കിൽ അത് ആവശ്യത്തിന് വിട്ടിട്ട് അടയ്ക്കുക. ചില സമയത്ത് അങ്ങനെ വേണ്ടി വരും. കുറച്ച് ചപ്പടാച്ചൊക്കെ കാണിക്കേണ്ടി വരും ലോകത്തിൽ. കാണിക്കുക, വിടുക, ഫിനിഷ്ഡ്, ദാറ്റ്സ് ഓൾ.
അതെന്തിനാ മനസ്സിൽ കൊണ്ട് നടക്കണം? ഞാൻ 7 ജന്മം കാണില്ല. എന്തിനാ 7 ജന്മം കാണാണ്ടിരിക്കണോ? അപ്പം അതാണ്, അങ്ങനെയുള്ളതിനാണ് സഹനശക്തി എന്ന് പറയുന്നത്. ക്ഷമ. ദ്വേഷിച്ചവരോട് പൊറുക്കാനുള്ള വലിയ മനസ്സ് വേണം, വലിയൊരു മനസ്സ് വേണം. ശിശുപാലിനോട് 100 തെറ്റുകൾ പുറത്തവനാ ഭഗവാൻ. 100 തെറ്റുകളാണ്. അത് നിങ്ങൾക്കറിയാലോ. 1 2 അല്ല, എന്തെല്ലാം പറഞ്ഞു ശിശുപാലൻ കൃഷ്ണനെ പറ്റിയിട്ട്. പ്രത്യേകിച്ച് രാജസൂയ യജ്ഞത്തിൽ അവിടെ വെച്ചിട്ടാണ് 100 പറഞ്ഞു. ഭഗവാൻ ഒരേ കല്ലെടുത്ത് ഇങ്ങനെ എടുത്തു വയ്ക്കും, ഓരോന്നോരോന്ന്. ഓരോ കുറ്റം പറയുമ്പോൾ ഓരോ കല്ല് മാറ്റി വയ്ക്കും ഇങ്ങനെ എണ്ണ. 99 കഴിഞ്ഞു, 100 കഴിഞ്ഞു. 100ാമത്തെ കുറ്റം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അദ്ദേഹം ചക്രം ഒന്ന് എടുത്ത് പ്രയോഗിച്ചത്. ബസ്, അതോടുകൂടി അവൻ്റെ ആഫീസും പൂട്ടി. ക്ഷമയല്ലേ ഇത്? സഹനശക്തിയല്ലേ ഇത്? എന്തെന്നെ ഉപദ്രവങ്ങൾ ഇങ്ങോട്ട് ചെയ്താലും അങ്ങോട്ട് തിരിച്ചൊന്നും ചെയ്യാതെ ക്ഷമിക്കുക. ഭൃഗുമഹർഷി അദ്ദേഹത്തിൻ്റെ നെഞ്ഞത്ത് ചവിട്ടി, വക്ഷത്തിൽ ചവിട്ടി. എന്താണ് അവിടെ കിടന്നുറങ്ങണമെന്ന് ചോദിച്ചിട്ട്. എന്തുണ്ടായി? ഭൃഗുമഹർഷിയുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, സോറി സാർ, എൻ്റെ ഈ മേത്ത് ചവിട്ടിയിട്ട് കാല് വേദനിച്ചോ? അതാണ് ചോദ്യം. നോക്കൂ ആ ലെവൽ ഓഫ് ടോളറൻസ്. അതിൻ്റെ പിന്നിൽ വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു ഭഗവാൻ, അത് വേറെ കാര്യം. അത് ദാറ്റ് ഈസ് ഹിസ് പാർട്ട് ഓഫ് ഹിസ് ഡിപ്ലോമസി. അതെന്തായാലും കിടന്നുറങ്ങി കിടക്കുമ്പോൾ ഒന്ന് നെഞ്ഞത്ത് ചവിട്ടിയ ഒരാളോട് കാല് പിടിച്ചിട്ട്, സോറി, ഞാൻ ഷർട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, സ്കിന്നൊക്കെ കുറച്ച് റഫാണ്, അത് അങ്ങടെ കാല് വേദനിച്ചോ? എന്ത് കാല് വേദനിക്കോ? ഈ താടിക്കാരൻ കാട് മുഴുവൻ നടന്നിട്ടാണ് വരുന്നത്, കാട് മുള്ളൊക്കെ ചവിട്ടിയിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലെവിടെയാണ് സോഫ്റ്റ് ടച്ച് ഉണ്ടാവുക? എന്നാലും ഒരു മര്യാദ ഭഗവാൻ ചോദിച്ചു. ശിവനും ബ്രഹ്മാവും ചോദിക്കാത്തൊരു മര്യാദ. അങ്ങടെ കാല് വേദനിച്ചോണാവോ? എന്നിട്ടല്ലേ വക്ഷസ്ഥലത്ത് ആ ഒരു പാദത്തിൻ്റെ അടയാളം കിടക്കണത്. ശ്രീവത്സം കഥ അറിയില്ലേ? ക്ഷമക്ഷാമ സമീഹന നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പം ക്ഷമ എന്ന് പറയുന്നത്, എന്താ പറയുക, സഹനശക്തി എന്ന് പറയുന്നത്, സഹനശീലം എന്ന് പറയുന്നതൊക്കെ ഇറ്റ്സ് വൺ ഓഫ് ദി നോബ്ലസ്റ്റ് ക്വാളിറ്റീസ് ദാറ്റ് വൺ ക്യാൻ പൊസസ്. നോബ്ലസ്റ്റ് ക്വാളിറ്റീസ്. അത് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിലൊക്കെ ധാരാളമുണ്ട്. ഏത് സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയാലും. ഇൻഫാക്ട് രാമായണം, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഇറ്റ്. രാമായണ കഥ അറിയാലോ. വാൽമീകി മഹർഷി ആ എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ട് സന്യാസിയായി കഴിഞ്ഞതിൻ്റെ ശേഷം, വാൽമീകി ആയതിൻ്റെ ശേഷം നാരദനെ ആ വഴിക്ക് പോകുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ നാരദനോട് ചോദിക്കുകയാണ് വാൽമീകി, പ്ലസൻട്രീസൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കാട്ടിൽ വെച്ചിട്ട് നാരദൻ വാൽമീകിയായിട്ടൊരു സംഭാഷണമുണ്ട്. അതിൽ വാൽമീകി പറയും, ഇരിക്കൂ മഹർഷി, കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താ അറിയാത്തത്? ഞാൻ ഈ ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രന്ഥം നന്നായിട്ട് എഴുതിയാലോ എന്ന് ആലോചിക്കുകയാണ്. എൻ്റെ മനസ്സിലിങ്ങനെ കുറേ കിടക്കണു. വാൽമീകി പറയണം, അതിനെന്താ, എഴുതാലോ? അല്ല, എഴുതാം, പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു തീം മനസ്സിലങ്ങോട്ട് കിട്ടുന്നില്ല. എന്ത് തീമാ വേണ്ടത്? ഒരു മഹാപുരുഷൻ ആരാ ലോകത്തിൽ? അങ്ങോരെ സെൻറ്റർ ചെയ്തിട്ട് വേണം എനിക്ക് ആ കഥ എഴുതാൻ. ഇപ്പോൾ ഇപ്പാരിലാരാണ് ഗുണവാൻ ആരു വീര്യവൻ, കൃതജ്ഞൻ ധർമ്മമറിവോൻ നേരോതുന്നോൻ ദൃഢവ്രതൻ, മര്യാദക്കാരൻ ആരാര് സർവഭൂതത്തിനും ഹിതൻ, ആർ വിദ്വാൻ പ്രാണിയുടയോൻ ആരൊരാൾ പ്രിയദർശനൻ. ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള വല്ലവരും ഉണ്ടോ? അങ്ങ് ഗ്ലോബ് ടോട്ടറാണ്. ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. എത്രയോ പ്രാവശ്യം സഞ്ചരിക്കുന്നവരാ. എല്ലാവരായിട്ട് നല്ല കോണ്ടാക്റ്റാണ്. ഇനി ദേവന്മാരായാലും ശരി, ത്രിമൂർത്തികളായാലും ശരി, അസുരന്മാരായാലും ശരി,
യക്ഷകിന്നരന്മാരായാലും ശരി, സാധാരണ നാട്ടിലെ ലോകത്തിലെ ജനങ്ങളായാലും ശരി, എല്ലാവരുമായിട്ട് അസാമാന്യ കോണ്ടാക്റ്റ് അദ്ദേഹം അങ്ങക്ക് ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും. എത്രയോ പ്രാവശ്യം ലോകം മുഴുവൻ ഭൂലോക സഞ്ചാരിയില്ല അങ്ങോരറിവിൽ ഇങ്ങനെ വല്ലവരും ഉണ്ടോ? ഇപ്പോൾ ഈ പാരിൽ ആരാണ് ഗുണവാൻ, ആരു വീര്യവാൻ, കൃതജ്ഞൻ, ധർമ്മമറിവോൻ, നേരോതുന്നോൻ, ദൃഢവ്രതൻ. എല്ലാവരും ഉണ്ടോ അങ്ങനെ ചോദിക്കണം. രാമായണത്തിൻ്റെ തുടക്കമാണത്, വാൽമീകി രാമായണത്തിൻ്റെ തുടക്കമാണത്. ഇത് വാൽമീകി പറഞ്ഞ കേട്ടപ്പോൾ ഈ വാൽമീകിക്ക് രംഗേട്ടു മുപ്പാരും കണ്ട നാരദൻ. 3 ലോകം കണ്ടവനാ നാരദൻ. എങ്കിലോ കേൾക്ക നീ എന്ന് ചൊന്നാൻ അതികുതൂഹലാൽ. എന്നാലേ കേട്ടോളൂ, വാൽമീകി അത് കേൾക്കണമെന്ന് നീ കേട്ടോളൂ. എക്സ് രത്നാകരൻ, നൗ വാൽമീകി, കൺഫേർഡ് ആസ് വാൽമീകി. ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാം ഒരാളെ. സുദുർലഭങ്ങൾ താൻ അങ്ങ് ഉരച്ച പുരുനന്മകൾ. അങ്ങിപ്പോൾ ചോദിച്ചില്ലേ, ലോകത്തിൽ ആരാണ് എന്താണ് ഇപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ ഈ പാരിൽ ആരാണെന്നിട്ടുള്ള തുടങ്ങിയതങ്ങ. ഇപ്പോൾ ഈ ലോകത്തിൽ ആരാണ് ഗുണവാൻ, ആരാണ് വീര്യവാൻ, ആരാണ് കൃതജ്ഞൻ, ആരാണ് ധർമ്മമറിയോൻ, ആരാണ് നേരോതുന്നോൻ, ആരാണ് ദൃഢവ്രതൻ, ഇതൊക്കെയല്ല അങ്ങ് ചോദിച്ചേ. സുദുർലഭങ്ങൾ താനങ്ങ് ഉരച്ചതു പുരു നന്മകൾ. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ കുറേ നന്മകൾ. ആ നന്മകളൊക്കെ ദുർലഭ, വളരെ ദുർലഭ, കണ്ടു കിട്ടില്ല, സുലഭമല്ല. ധാരാളം ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഒരാളറ്റുണ്ടെങ്കിൽ ഭാഗ്യം. വളരെ ബുദ്ധിമുട്ടാണ്. ലക്ഷം മാനുഷർ ഒത്തിടുകിൽ ലക്ഷണമൊത്തവർ 1 2 എന്ന് പറഞ്ഞ പോലെ മനുഷ്യാണാം സഹസ്രേഷു ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ വളരെ സുദുർലഭങ്ങൾ താൻ അങ്ങിന്നുലച്ചതു പുരു നന്മകൾ. എന്നാലും അങ്ങ് ചോദിച്ചതല്ലേ, മുനെ ഞാനോർത്തു ചൊല്ലാം കേൾ അവയൊത്തൊരു മർത്യനെ. അങ്ങ് ചോദിച്ചതല്ലേ, ഞാൻ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്തോട്ടെ, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ആളുണ്ട്. എന്നിട്ടാണ് ശ്രീരാമനെക്കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുന്നത്. ഇക്ഷ്വാകു വംശസംഭൂതൻ രാമൻ എന്നുലകിൽ ശ്രുതൻ, യഥാത്മാവ് മഹാവീരൻ ധൃതിയുക്തിയുതൻ വശീ എന്നുള്ള ഓരോരോ രാമൻ്റെ ഗുണങ്ങൾ വർണ്ണിച്ച് ഇങ്ങനെ കൊടുക്കും. അങ്ങനെയുള്ള ഒരാളുണ്ട് ഇക്ഷ്വാകു വംശത്തിൽ. അങ്ങനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ശ്രീരാമനെ കുറിച്ചുള്ള രാമൻ്റെ പേഴ്സണൽ ക്വാളിറ്റീസ് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പറഞ്ഞതൊക്കെ. അവിടെ പറയുമ്പോൾ നമ്മുടെ ഈ സഹിഷ്ണുത എന്നുള്ള ഇതിന് ഒരു സാമ്യമായിട്ടുള്ളൊരു രംഗം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ശ്ലോകം ആദ്യം മുതൽ എടുക്കാനുള്ള കാരണം. അപ്പോൾ രാമനെ പറ്റി പറയുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ ശേഷം പറയും, ഒരു ശ്ലോകം പറയും നാരദൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കും. കാലാഗ്നി സദൃശം ക്രോധേ ക്ഷമയാ പൃഥ്വീ സമാ ധനദേന സമസ്ത്യാഗേ സത്യേ ധർമ്മ ഇവാപരാ. കാലാഗ്നി സദൃശം ക്രോധേ. ശ്രീരാമന് ക്രോധം വന്നാണ്ടല്ലോ, കാലാഗ്നിയാണ്. രാമൻ്റെ ക്രോധം വരില്ല, അഥവാ വരികയാണെങ്കിൽ അതെടുത്തങ്ങോട്ട് പ്രയോഗിച്ചാണ്ടല്ലോ, കാലാഗ്നിയാണ്. അതാണ് രാമൻ്റെ വീര്യം. ക്ഷമയാ പൃഥ്വീ സമാ. ക്രോധം എന്ന് പറഞ്ഞ ഉടനെ ക്ഷമ എന്നും പറഞ്ഞു കണ്ടോ, അത് ക്രോധം അങ്ങനെ വരില്ല. കാരണം ക്ഷമയാ പൃഥ്വീ സമാ. ഭൂലോകത്തിനെക്കാട്ടിലും താന്നിട്ടാണ് ഭഗവാന്റെ ക്ഷമ. നെല്ലിപ്പടി എന്നൊക്കെ പറയില്ല നമ്മൾ. ധനദേന സമസ്ത്യാഗേ. ത്യാഗം ചെയ്യുന്നതിൽ കുബേരനേക്കാൾ കേമൻ. സത്യധർമ്മയുവാപരാ. സത്യം പറയുന്നതിൽ ധർമ്മദേവൻ എന്നുള്ളതിന് വേറൊരു പേര്. വെള്ളത്തോളുടെ തർജ്ജമയുണ്ട് കേമ. കാലാഗ്നി തുല്യൻ ക്രോധത്താൽ. കാലാഗ്നി സദൃശം ക്രോധേ. കാലാഗ്നി തുല്യൻ ക്രോധത്താൽ. ക്ഷമയാ പൃഥിവീ സമാ. ക്ഷമയാൽ ക്ഷമയൊത്തവൻ. ക്ഷമ മീൻസ് ഭൂമി, മറ്റേ ക്ഷമ മീൻസ് ഫോർബെയറൻസ്, പാർഡനിങ്.
ധനദേന സമസ്ത്യാഗേ സത്യധർമ്മപരായിവ. സത്യത്തിൽ അപരൻ ധർമ്മം, ധർമ്മത്തിൻ്റെ വേറൊരു പേരാണ്, പേഴ്സോണിഫിക്കേഷനാണ് രാമ എന്ന് വെച്ചാൽ. രാമോ വിഗ്രഹാൻ ധർമ്മ എന്നാണ് പറയാം. ദാനത്തിൽ ധനതോപമൻ, ധനതോപമൻ എന്ന് വെച്ചാൽ കുബേരൻ എന്നർത്ഥം. ദാനം ചെയ്യുന്നതിൽ കുബേരൻ. അപ്പം ശ്രീരാമനെ കുറിച്ച്, ശ്രീരാമൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് വർണ്ണിച്ചതാണ് കവി. മനസ്സിലായോ? അപ്പോൾ ശ്രീകൃഷ്ണാവതാരത്തിലായാലും ശരി, രാമാവതാരത്തിലായാലും ശരി, അവരുടെ രണ്ടുപേരുടെയും രണ്ട് കഥാപുരുഷന്മാരാണല്ലോ നമുക്ക് മാതൃകയായിട്ടുള്ളത്. കൂടുതലധികം നമ്മൾ എടുത്ത് പെരുമാറുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളല്ലേ. അവരുടെ നോക്കൂ, അവരുടെ സഹനശക്തി നോക്കൂ. സഹിഷ്ണുത എന്ന് പറയുന്നത് അവർക്ക് അവർ ക്വാളിഫൈഡ് അല്ലേ അതിന്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം, ഈ ഭഗവാന്റെ ഈ ഗുണങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് കാര്യം? ഭഗവാൻ കേവനാണ്, ഓ സമ്മതിച്ചു. അങ്ങോരെ പോലെ ഒരാളും ഈ ലോകത്തില്ല. ശ്രീരാമൻ ഐഡിയൽ, ശ്രീകൃഷ്ണൻ സൂപ്പർ ഐഡിയൽ, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇവർക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്താ കാര്യം? അവരൊരു മോഡലായിട്ട് സ്വീകരിച്ചുകൂടെ മാഷെ നിങ്ങൾക്ക്? മോഡലായിട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് 100% അവരിലുള്ള കഴിവ് നിങ്ങളിൽ ഉണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞു. അത് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുമില്ല, അത് പറ്റൂല. നിങ്ങൾക്ക് ഒരംശം അതുണ്ടാക്കിയാൽ പോരെ. നമുക്ക് പറ്റില്ലേ? ക്ഷമ ശീലിക്കാൻ നമുക്ക് പറ്റില്ല. അത് നല്ലൊരു വർച്യു അല്ല, ആദ്യം തന്നെ അത് തീരുമാനിക്കാം. ക്ഷമ എന്ന് പറയുന്നത് നല്ല വർച്യു ആണോ, നല്ല വർച്യു അല്ലേ? നല്ല വർച്യു എന്നല്ല, വർച്യു ആണോ വയസ്സാണോ? അത് ഉണ്ടാവണത് നല്ലതാണോ ചീത്തയാണോ? അതെല്ലാവരും സമ്മതിക്കും അത് നല്ലതാണെന്ന്. ഒറ്റ സെക്കൻഡ്. എല്ലാവരും അത് സമ്മതിക്കും അത് നല്ലതാണെന്നുള്ളത്. ഇറ്റ്സ് എ വർച്യു, യെസ്. സോ വൈ ഡോണ്ട് യു ഡെവലപ്പ്? സിമ്പിൾ. അത് ഞാൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? ഇതാ മോഡൽ, അതൊന്ന് വേണ്ടത് എടുത്തോളാം. ഇല്ലസ്ട്രേഷൻ ഇതാ തന്നിരിക്കണു. ശ്രീരാമൻ്റെ ഉണ്ട്, ഭഗവാൻ കൃഷ്ണൻ്റെ ഉണ്ട്, ഏത് വേണമെങ്കിൽ ഉണ്ട്. എടുത്തോളൂ, ഉപയോഗിച്ചോളൂ. അവരേതൊക്കെ സന്ദർഭങ്ങളിൽ ഏതെല്ലാം രീതിയിൽ പെരുമാറി, അവരുടെ ജനറൽ ഡിസ്ക്രിപ്ഷൻ എന്താണ്? നമ്മൾ ബാഹ്യലോകത്തിൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വേൾഡിൽ നമ്മൾ പെരുമാറുമ്പോൾ നമുക്കതിൽ ഏതെല്ലാം പ്രായോഗികമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. ഒരാൾ നമ്മളെ ചെകിടത്ത് അടിച്ചു വെച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കാനൊന്നും നിൽക്കണ്ട. നമ്മളൊന്നും മഹാത്മാഗാന്ധി ആയിട്ടില്ല. അത്രയ്ക്കൊന്നും നമ്മൾ സ്റ്റെപ്പ് കയറി പോകണ്ട. സഹിഷ്ണുത അവിടെ ഒന്നും കാണിക്കണ്ട. നമ്മൾ ആ ലെവലിൽ എത്തട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വല്ലവരും വല്ല ദ്രോഹം ചെയ്തു, എന്തെങ്കിലും ഒരു അബദ്ധം ആവശ്യമില്ലാണ്ട് പിണച്ചു, അവനെ വെറുതെ വിടരുത്, കുഴപ്പമില്ല. അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ, അതൊക്കെ വിടൂ. നമ്മൾ അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. അതൊക്കെ പൊറുക്കാനുള്ള മനസ്സ്, എത്രയോ മനസ്സ് എക്സ്പാൻഡ് ചെയ്യണം നമ്മുടെ. ഈ ലെവലിൽ നിന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്, അത് വേണ്ട. പക്ഷേ അങ്ങനെ വെറുക്കുന്ന ആളോട് നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ആ ഫീലിംഗ് തന്നെയാണ് നിങ്ങൾ ചെറിയൊരു കാര്യത്തിനും അയാളുടെ മുമ്പിലേക്ക് എടുത്തിടുന്ന ഈ ആയുധം, ക്രോധം എന്നുള്ളൊരു ആയുധം. അയാളോട് കാണിക്കുന്നതും ക്രോധം, ഇയാളോട് കാണിക്കുന്നതും ക്രോധം. അത് കുറച്ച് ഷാർപ്പൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും കത്തി തന്നെയാണ്. മറ്റാളുടെ അടുത്തേക്ക് പോണത് നല്ല കത്തി മൂർച്ച കൂട്ടിയിട്ടാണ് പോണത്. ഇവിടെ ഉള്ള മൂർച്ച മതി കൊണ്ട് അത് കൊണ്ടുപോകാം. പക്ഷേ കത്തി രണ്ടും ഒന്നാണ്. അപ്പം എന്തിനാണ് ഈ ചെറിയ കാര്യങ്ങൾക്ക് കത്തി കയ്യിലെടുക്കണം? വലിയ കാര്യങ്ങൾക്ക് എടുത്തൂടെ? അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര എണ്ണം ഉണ്ടാവും വലിയ കാര്യങ്ങൾ, ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യങ്ങൾ. നിങ്ങളുടെ ദേവരെ നടന്ന നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസിൽ ഒന്ന് നോക്കൂ. എത്ര ആൾക്കാരോട് നമുക്ക് അങ്ങനെ വൈരാഗ്യം തോന്നാനുള്ള കാര്യങ്ങൾ നമുക്ക് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇത് 5, 6 അത് കൂടുതലില്ല. മറ്റേ വൈരാഗ്യമൊക്കെ എന്താ അറിയോ? ഞാൻ ബസ്സിൽ കാത്തു നിൽക്കുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി ചിരിച്ചും കൂടി ഇല്ല. 1 നമ്പർ 1. നമ്പർ 2,
ബസ് ഇറങ്ങുമ്പോൾ എന്നാന്ന് ഞാൻ കയറുമ്പോൾ പറഞ്ഞതാ, ഹലോ കൃഷ്ണേട്ടാ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറയാം, ഇറങ്ങി പോകുമ്പോൾ ഒന്ന് പറയണ്ടേ? ഇത് എന്ത് മര്യാദ കേട്ടത്? നമ്പർ 2, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മുഴുവൻ പറ്റുന്നത്. നമ്മുടെ ക്രോധം മുഴുവൻ നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുക. ആലോചിച്ചോ. ഒരു ദിവസം അവിയലിൽ കുറച്ച് ഉപ്പ് കൂടി, എന്താ പത്ര കുഴപ്പം? അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു, എന്താ പത്ര കുഴപ്പം? അവിടെ ഒരു സീൻ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? പ്രത്യേകിച്ച് വല്ല ഗസ്റ്റും വീട്ടിലുണ്ടെങ്കിൽ ഓ പെട്ടെ എന്നിങ്ങനെയാണ് വേണ്ടതൊന്നും കിട്ടില്ല. ഒന്നുകിൽ ഉപ്പിൻ്റെ അപ്പനാവും, അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല. എന്തിന്? സഹനശക്തി അവിടെ ഉപയോഗിച്ചൂടെ? ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ ഭൂമി? നിങ്ങളുടെ പ്രസ്റ്റേജിന് വല്ല വ്യത്യാസം ഉണ്ടാവുമോ? കൂടുമോ? കുറയോ? അതോ ഈ ഗസ്റ്റൊക്കെ കൂടി വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ അട്ടഹാസം കൂട്ടി ഭാര്യയും കുട്ടികളൊക്കെ വേണ്ടി ചീത്ത പറഞ്ഞാൽ വലിയൊരു നോബൽ പ്രൈസ് കിട്ടുമോ നിങ്ങൾക്ക്? അത് ചീത്ത പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല മാർക്കും കുറയോ? ആൾക്കാർ നിങ്ങളെ കുറിച്ച് വല്ലതും കുറ്റം പറയുമോ? അതോ നല്ലതാ പറയാ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ, നിസ്സാര ചെറിയ ചെറിയ കാര്യങ്ങളിൽ വെറുതെ അപ്സെറ്റായിട്ട് ക്രോധം കൊണ്ടുവന്ന് എനർജി എല്ലാം വിട്ട് ഒരു നല്ല വാക്ക് പറയുന്നതിൻ്റെ 10 ഇരട്ടി എനർജിയാണ് ഒരു പൊട്ട വാക്ക്, ഒരു ചീത്ത വാക്ക് നാവുമ്പോൾ നിന്ന് വരാൻ നമ്മൾ എടുക്കുന്നത്. അത് നമ്മുടെ നെർവസ് സിസ്റ്റം പഠിച്ച ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ. ഒരു നല്ല വാക്ക് പറയാനുള്ള നമ്മളുടെ എഫർട്ടും ഒരു ചീത്ത വാക്ക് പറയാനുള്ള എഫേർട്ടും. ആ നല്ല വാക്ക് പറഞ്ഞാൽ നമ്മളുടെ ഓൾ ഫാക്ടറി നെർവസ് സിസ്റ്റത്തിന് കിട്ടുന്ന ഒരു ഫീലിങ്ങും, ഈ ചീത്ത വാക്ക് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ റെസിഡ്യുവലായിട്ട് നിൽക്കുന്ന ഗുണങ്ങളും എന്താണെന്ന് ചോദിച്ചു നോക്കൂ, മനസ്സിലാവും. അപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് നമുക്ക് പൊറുക്കാൻ പറ്റില്ല. എത്രയോ കാര്യങ്ങളുണ്ട് അങ്ങനെ. ഞാൻ ഉദാഹരണം നമുക്ക് എത്ര വേണി എടുക്കാം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ആരെയും വ്യക്തിപരമായിട്ട് പറയണമല്ല, അത് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയണം. നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും, ഞാനടക്കം എല്ലാവരുടെ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. എന്തിന് അട്ടഹാസം കൂട്ടണം? എന്തിനും ബഹളം കൂട്ടണം? ആരോടെ നിങ്ങൾ അപ്സെറ്റ് ആവണത്? ഭാര്യയോടോ? കുട്ടികളോടോ? എന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ ആധ്യാത്മിക എന്താ പറയുക, പരിചയം എന്ന് പറഞ്ഞാൽ, ആധ്യാത്മിക എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇവിടേക്കാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതും പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുമെല്ലാം പ്രായോഗികമായിട്ട് നമുക്ക് ഒരു ശ്ലോകത്തിലത്തെ തത്വങ്ങൾ, ഏതെങ്കിലും ഒരു ചെറിയ ശ്ലോകത്തിലെ തത്വം എടുത്തിട്ട് അതൊന്ന് പ്രായോഗികമാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം മതി മറ്റൊരു ശ്ലോകത്തിലേക്ക് പോവുക. 700 ശ്ലോകം ഉണ്ടായിക്കോട്ടെ, നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ ഒരു ശ്ലോകം മതി. ഒരു പഞ്ഞിക്കണ്ണിൽ തീപിടിക്കാൻ 700 തീപ്പെട്ടിക്കോല് വേണം. ഒരു തീപ്പെട്ടിക്കോല് പോരെ? നമ്മുടെ അജ്ഞാനം കളയാൻ ഒരെണ്ണം മതി, ഒറ്റ തീപ്പെട്ടിക്കൊള്ളി മതി. 700 തീപ്പെട്ടിക്കൊള്ളിയൊന്നും ആവശ്യമില്ല, അല്ലേ? എത്രയോ ശ്ലോകങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ശ്ലോകം എടുക്കുമോ? മാർത്രസ്പർശാസ്തു കൗന്ദയ, ആ ശ്ലോകം എടുക്കുമോ? ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഹൃതസ്പൃഹ വീതരാഗ ഭയക്രോധ, അതെടുക്കുമോ? സർവധർമാൻ പരിത്യജ്യ മാമേക ശരണമർദ്ദ, അതെടുക്കുമോ? അമാനിത്വം അദംബിത്വം അഹിംസാ ക്ഷാന്തിരാർജവം, അതെടുക്കുമോ? അനന്യശ്ചിന്തയന്തോ മാം യേ ജനാം പര്യുപാസത, അതെടുക്കുമോ? എല്ലാം കൂടി വാരി വലിച്ച് പോക്കറ്റിലിട്ടിട്ട് അവസാന ആവശ്യത്തിന് ഒന്നും തപ്പിയാൽ കിട്ടില്ല. അതിന് പുറമെ പിക്ക് ചെയ്തിട്ട് പോക്കറ്റിലിടണ കിട്ടുള്ളൂ. അതെല്ലാം കൂടി ഒരു പോക്കറ്റിലിടുക. ആവശ്യമുള്ളത് എടുത്തിട്ട് റൈറ്റ് ഹാൻഡ് പോക്കറ്റിലിടുക. അത് എടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ 700 ശ്ലോകങ്ങളിൽ നല്ല ശ്ലോകമാണ് തോന്നുന്നതൊക്കെ എടുത്ത് പോക്കറ്റിലിട്ടുള്ളൂ, ഇടത്തെ പോക്കറ്റിലിട്ടുള്ളൂ. അവിടെ കിടക്കട്ടെ, ഇടയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വലത്തെ ഭാഗത്തേക്ക് ആക്കാം. പക്ഷേ വലത്തെ ഭാഗത്തെ പോക്കറ്റിൽ ഒരു ശ്ലോകം എടുക്കൂ. ഞാനീ പറയുന്നത് പ്രാക്ടിക്കൽ ടിപ്സ് ആവുമെന്ന് ഉള്ള ആഗ്രഹം കൊണ്ട് പറയാം കേട്ടോ. അങ്ങനെ ആവണമെന്ന് എനിക്കറിയില്ല, ആവുമില്ല എന്നുള്ളത്. ചിലപ്പോൾ വിഡിതായിരിക്കാം, എന്നാലും ട്രൈ നോക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. മാത്രമല്ല നമ്മൾ ആരോടും പറഞ്ഞിട്ടുമല്ലോ.
അപ്പോൾ അങ്ങനെ ബ്ലീച്ചാവില്ല, നാണം കെടില്ല ആരുടെ മുമ്പിലും വെച്ചിട്ട്. എന്താ ഇപ്പോൾ ചോദിക്കില്ല, അവനവൻ തന്നെ സമാധാനിക്കല്ലേ വേണ്ടു. അത് ശരിയായില്ല, സാരില്ല, വേറെ നോക്കാം, അത്രയേ ഉള്ളൂ. വേറെ അതിലൊരു ഫെയിലിയറോ ഒരു ഡിക്ലറേഷനോ ഫെയിലിയറോ ഒന്നുമില്ല ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ നോക്കൂ, ഈ സഹനശക്തി നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാൻ നോക്കൂ. ഈ ഒരു എക്സാമ്പിൾ എടുത്തോളൂ. ഈ നമ്മളിലുള്ള സഹനശക്തി അല്ലെങ്കിൽ പൊറുക്കാനുള്ളൊരു മനസ്സ്, അത് ഒരെണ്ണത്തിൽ ആ ഒരൊറ്റ ഗുണത്തിൽ നമ്മൾ വിജയിച്ചാൽ മറ്റതൊക്കെ വിജയിച്ച പോലെയാവും. മറ്റ് എല്ലാം നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഈ കാട്ടിലൊക്കെ പോയിട്ട് നമ്മൾ ദിക്കുമുട്ടില്ലേ, ഏതാ കിഴക്ക് ഏതാ പടിഞ്ഞാറെന്ന് അറിയില്ല, സൂര്യൻ ഉദിച്ചിട്ടും ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ എങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് അറിയും? അപ്പോൾ നമ്മുടെ ചുമതല എത്രയുണ്ട്? കിഴക്കറിയണം, പടിഞ്ഞാററിയണം, തെക്കറിയണം, വടക്കറിയണം. 4 ദിക്ക് അറിയണ്ടേ നമുക്ക്, വേണ്ടേ? അതിൽ എങ്ങനെയെങ്കിലും ഒരു കാരണവശാൽ ഒരു ദിക്ക് അറിഞ്ഞു എന്ന് വിചാരിക്കുക, കിഴക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക, എന്തോ ഒരു ചെറിയൊരു സൂര്യരശ്മി അവിടെ കണ്ടു. ആ ഒരു ദിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കാട്ടിൽ നിന്ന് ബാക്കിയുള്ള 3 ദിക്ക് നമുക്ക് അറിയാൻ പറ്റില്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ആ അറിവ് കൊണ്ട് മറ്റുള്ള അറിവ് കിട്ടില്ലേ? ആധ്യാത്മിക ജ്ഞാനത്തിനുള്ള ഒരു ഗുണം അതാണ്, മറ്റുള്ള ജ്ഞാനങ്ങൾക്കൊന്നും ഇല്ലാത്തത്. യദ്ഗത്വാന നിവർത്തന്ത എന്ന് പറയില്ലേ. ഏതൊന്നും അറിഞ്ഞാലാണോ പിന്നെ വേറൊന്നും അറിയാനില്ലാത്തത്? അറിയേണ്ട ആവശ്യമില്ല. ഹി നോസ് എവരിത്തിങ്. അപ്പോൾ ആ ഒരു തത്വം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, സഹിഷ്ണുത എന്നുള്ളൊരു ഗുണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാം വന്നോളും. എല്ലാം, സോ മെനി ഗുണസ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ്. ട്രൈ ചെയ്യൂ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എക്സസൈസ്, വെരി ഇൻട്രസ്റ്റിംഗ് എക്സസൈസ്. വളരെ രസമാണ്. പ്രത്യേകിച്ച് ആരോടും നമുക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലയോ, ആരോടും നമുക്ക് ഉത്തരം പറയണ്ടല്ലോ. എത്ര മാർക്കുണ്ടോ എന്ന് ചോദിക്കില്ലല്ലോ ആരും വന്നിട്ട്. എന്നാലോ അസാമാന്യ പുരോഗതി ഉണ്ടാവും നമുക്ക്. നമ്മുടെ ഇന്നർ പ്യൂരിറ്റി, ചിത്തശുദ്ധിക്ക് അസാമാന്യ ഇഫക്റ്റ്. അത് ഈ ക്രോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഒന്ന് നിയന്ത്രിക്കാൻ പറ്റിയാൽ മതി. ത്യജിക്കാന്ന് ഞാൻ പറയില്ല, നമുക്കതൊന്നും പറ്റില്ല. അത് സഹനശക്തി വളർത്തിയെടുക്കുക. അത് വളർത്താൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഈ ക്രോധമാണ്. ഇപ്പം ഇവിടെ നടുക്ക് തവള വന്നിട്ട് തലപൊക്കി നിൽക്കുക, ഞാൻ ഇവിടെ ഉണ്ട് പോണ്ട എന്ന് പറയാം. അപ്പം അതിനെ സപ്രസ് ചെയ്തിട്ട് സഹനശക്തി വളർത്തിയെടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ നടത്തിയവരോട്, അപരാധം കാണിച്ചവരോട് നിങ്ങൾ എന്താ പറയുക, റിയാക്ഷൻ ചെയ്തോളൂ. അതൊരു ഭാഗത്തുകൂടെ നടന്നോട്ടെ, ലീവ് ഇറ്റ്. നമ്മൾ പറയുന്നത് ചെറിയ ദൈന്യം കാരണങ്ങൾ. മിൽമ ഒരു 5 മിനിറ്റ്, ഒരു അരമണിക്കൂർ വൈകിച്ച കാലത്ത് എന്തിനാ ഒരു ക്രൈസിസ് ഉണ്ടാക്കണം അവിടെ? ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാൽക്കാരനെ മാറ്റാൻ എത്ര പ്രാവശ്യമായി പറയണു. എനിക്ക് ഇനി എപ്പോഴാണ് ഞാൻ ഓഫീസിലെത്തുക? ഒരു ദിവസം ഒരു അരമണിക്കൂർ പാൽക്കാരൻ വൈകി, എന്താ പിടിഞ്ഞ് പൊളിഞ്ഞ് വീഴുവോ ഭൂമി? ന്യൂസ് പേപ്പർ വന്നില്ല, കുറച്ച് മഴ, ന്യൂസ് പേപ്പർ പോയി വരാൻ കുറച്ച് വൈകി, 1 മണിക്കൂർ വൈകി. ഇവനോട്ട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അടുത്ത മാസം കൊണ്ട് വരട്ടെ, ഞാൻ നിർത്താൻ പോവാ, ഒരു പേപ്പറും വേണ്ട, ഞാൻ ഓഫീസിൽ പോയി വായിച്ചോളാം. വായിച്ചോ, ആർക്കാ ദോഷം? ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ, ചപ്പ് ചവറായിട്ടുള്ള കാര്യങ്ങൾ എന്തിനു നമ്മൾ മനസ്സിലേറ്റ് നടക്കണം? അതല്ലേ നമ്മൾ ചെയ്യണത്. സത്യമായിട്ട് പറയും, സത്യമായിട്ട് ഓരോരുത്തരും പറയും. ഒരു 100 കാര്യങ്ങൾക്ക് നമുക്ക് ദേഷ്യം വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 80 എണ്ണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. ആലോചിച്ച് നോക്കും. ഒരു ദിവസം ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കും. എപ്പോഴൊക്കെ എനിക്ക് ഇന്നലെ ദേഷ്യം വന്നിട്ടുണ്ട്, ഈ ദേഷ്യം വന്നതിൽ ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ, ഫ്രിവലസ് മാറ്റേഴ്സ് എത്ര എണ്ണമുണ്ട്, മെയിനായിട്ടുള്ള മാറ്റേഴ്സ് എത്ര എണ്ണമുണ്ട്, ആ എഴുതി തരാം. ഒരു 10 പ്രാവശ്യം നിങ്ങൾക്ക് ക്രോധം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 8 അല്ലെങ്കിൽ 9 പ്രാവശ്യം നിസ്സാര കാര്യങ്ങളൊക്കെ, ഒരെണ്ണം മാത്രം ആ രാവണിക്കുട്ടിയോ കൃഷ്ണൻ നായരോ വല്ലതും ഒക്കെ നിങ്ങൾക്ക് പാര വെച്ചിട്ടുണ്ടാവും. ഉദ്യോഗത്തിൻ്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിൻ്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലോ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ വലിയൊരു പാര വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും നിങ്ങൾക്ക് അങ്ങോരോടുള്ള ദേഷ്യത്തിന് കാരണം. വെരി ഗുഡ്, സമ്മതിച്ചു. നമുക്കതൊന്നും പൊറുക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോകണ്ട. ആ ഒരെണ്ണത്തിൻ്റെ മുകളിൽ കയറി പിടിക്കുമോ? ബാക്കി 9 എണ്ണോ എന്തൊക്കെയായിരുന്നു? ബാക്കി 9 എണ്ണം അതിപ്പോൾ ആ ചൂടുവെള്ളത്തിൻ്റെ ഹീറ്റർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓ, ആ കാര്യമില്ല.
പിന്നെ രണ്ടാമത്തെയോ? ഷൂ റാക്കിൽ ഞാൻ വെച്ച സ്ഥലത്തായിരുന്നില്ല ഷൂ, ആരോ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഓ, ഉണ്ട്. മൂന്നാമത്തെയോ? ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ഞാൻ സാധാരണ ഉണ്ണുന്ന പ്ലേറ്റല്ല എനിക്ക് കിട്ടിയത്, വേറൊരു ചെറിയ പ്ലേറ്റിൽ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. നാലാമത്തെയോ? ഊണ് കഴിക്കാതിരിക്കുമ്പോൾ ഒരാളുടെ ഫോൺ വന്നേ, വളവി തരേണ്ട ഫോൺ എടുക്കാൻ പോയി. എന്നിട്ട് അവിടെ 5 മിനിറ്റ് കഴിഞ്ഞാൽ വന്നേ. അവൾക്ക് എന്തായി? അല്ല, അങ്ങോട്ട് ദേഷ്യം വന്നു നോക്കിയേ. എന്തിന്? ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് 9 സമയത്ത് ദേഷ്യം വന്നത്? നിങ്ങളെ എന്താണ് നിരാശപ്പെടുത്തിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് അസുഖം ഉണ്ടായതോ ഒക്കെ ഈ കാരണം കൊണ്ടല്ലേ? ഇങ്ങനത്തെ ചെറിയ കാരണമുള്ളൂ. അവോയ്ഡ് ചെയ്യാമായിരുന്നു ഇത്. ഭക്ഷണം മുമ്പിൽ വെച്ചിട്ട് 5 മിനിറ്റ് അവിടെ ഇരുന്നാൽ എന്താ ഇത്? എന്നുമില്ലല്ലോ. എന്നെങ്കിലും ഒരു ദിവസം ഭാര്യയ്ക്കോ മകൾക്കോ ഫോൺ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഊണ് കഴിക്കണം, നിങ്ങളുടെ അമൃതത്തിൻ്റെ സമയത്താണ്, മറ്റവൻ്റെ സമയം നിങ്ങൾക്ക് അവർക്ക് അറിയില്ലല്ലോ. അവർ ഫോൺ വിളിച്ചിട്ടുണ്ടാവും, നിങ്ങളെല്ലാം വിളിച്ചത്. ഭാര്യയെ വിളിച്ചപ്പോൾ വരാതുകൊണ്ട് ഫോൺ എടുക്കാൻ പോയിട്ടുണ്ടാവും. എന്തോ ഒരു സംസാരിച്ച കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ചെറിയ വേറെ എന്തെങ്കിലുമൊക്കെ ആവും, സിനിമാ കാര്യങ്ങളോ അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങളായിരിക്കാം ആവട്ടെ, അല്ലെങ്കിൽ സീരിയസ് കാര്യങ്ങളോ എന്തോ ആവട്ടെ. ഒരു 5 മിനിറ്റ് സംസാരിച്ച് എന്താ ഇപ്പോൾ 5 മിനിറ്റ് ആ മേശപ്പുറത്ത് നിങ്ങൾക്ക് ഇരുന്ന അത്ര വലിയ കാര്യം? എന്ത് മലമറയ്ക്കാനാണ് നിങ്ങൾ ഇവിടുന്ന് ഊണയിച്ച് പോയിട്ട് ചെയ്യണം? കിടന്നുറങ്ങാനോ? ആലോചിക്കണ്ടേ? സ്ത്രീകൾ ഇങ്ങോട്ടും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ രണ്ടും പറയാലോ, രണ്ടും അങ്ങനെ തന്നെയാണ്. അവർക്ക് ദേഷ്യം വരും. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഓഫീസിൽ നിന്ന് എന്തെങ്കിലും വിശന്ന് വരികയാവും, ചിലപ്പോൾ വിശന്ന് വരുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ദേഹത്തിന് അസ്വസ്ഥതയുള്ള സമയത്താവും വരിക. ഒന്ന് കിടക്കണം തോന്നും. ഈ കിടക്കണം എന്ന് തോന്നിയിരിക്കുന്ന സമയത്താവും 100 പ്രശ്നങ്ങൾ ഇങ്ങോട്ട് ഉന്നയിക്കുക. അതേ, കറണ്ട് ബില്ല് കെട്ടിയിട്ടില്ല, അത് ചെയ്തിട്ടില്ല, കുട്ടർ ഫീസ് കെട്ടിയിട്ടില്ല, ഫോൺ ബില്ലുകാരൻ രണ്ടാമതും വിളിച്ചിരുന്നു, എന്തൊരു ശല്യത. വേണ്ട സമയത്ത് വേണ്ടതങ്ങോട്ട് കൊടുത്താൽ പോരെ, ദേഷ്യം വരാണ്ടിരിക്കുമോ? ഇത് പറയേണ്ട വല്ല കാര്യം ഉണ്ടോ അമ്മയ്ക്ക് ആ സമയത്ത്? എന്തിനാ ചുണ്ടിയെടുക്കണേ? ആ മനുഷ്യൻ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ, 2 മിനിറ്റ് സമയം കൊടുക്കുമോ? രാത്രി പറഞ്ഞൂടെ? ഇപ്പം രാത്രി അങ്ങോട്ട് പോയിട്ട് ഫോൺ ബില്ല് ഇലക്ട്രിക് ബില്ലൊക്കെ കെട്ടാൻ പോകുന്നുണ്ടോ? ഔചിത്യം വേണ്ടേ പറയുന്നതിൽ, ചോദിക്കുന്നതിൽ, ചെയ്യുന്നതിൽ? പറയുന്ന വാക്കുകൾ തെറ്റി പറഞ്ഞാൽ മനസ്സിലുണ്ടാക്കുന്ന അഗാധം എത്രയെന്ന് നമ്മളെക്കുറിച്ച് വല്ലവരും പറയുമ്പോഴേ നമുക്കത് അറിയുള്ളൂ. ചിന്തിക്കണം, ആലോചിക്കണം. ചെറിയ കാര്യങ്ങളാണ് ഇതൊന്നും മലമറയ്ക്കേണ്ട കാര്യങ്ങളല്ല, നിസ്സാര കാര്യങ്ങൾ. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ചെയ്യാം. അതിനാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. എനിക്കറിയില്ല സമയം ദീർഘമായ ആവശ്യമില്ലാത്ത അധിക പ്രസംഗമായോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരാളെങ്കിലും അതിൽ നിന്ന് അതിജീവിച്ച് വന്നു എന്ന് കേട്ടാൽ അതിലും വലിയ സന്തോഷമില്ല. എനിക്കുള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ. എല്ലാവരും അത് പരിശ്രമിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഞാനടക്കം. എന്നിട്ടൊന്ന് നോക്കുക, നമുക്ക് ഈ സഹിഷ്ണുത എന്ന് പറയുന്നത് ഭഗവാന്റെ ഒപ്പം എത്തിയില്ലെങ്കിൽ, അത്ര ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും ഭഗവാന് 100 ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് 2 ഡിഗ്രിയെങ്കിലും കിട്ടില്ലേ? 2 ഡിഗ്രി ആയിട്ട് നമുക്ക് വളർത്തിക്കൂടെ? നമ്മളിപ്പോൾ -0 പോണതേ. ആ മൈനസ് നിന്ന് മാറ്റിയിട്ടൊന്ന് പ്ലസ്സിലേക്ക് വരുന്നൂടെ നമുക്ക്? നമ്മുടെ സഹനശക്തി നമുക്കിപ്പോൾ ഒന്നിനും സഹിക്കാൻ തയ്യാറാവാത്തൊരവസ്ഥയായി. നമ്മൾ ടോളറൻസ് എന്ന് പറയുന്ന സാധനം നമുക്കില്ല. എന്ത് നോക്കിയാലും ഇൻടോളറൻസ്, എല്ലാം ഇൻടോളറൻസ്. നത്തിങ് ഈസ് ടോളറബിൾ ഫോർ യു. യു കാൺ ടോളറേറ്റ് യുവർ സെൽഫ്. ചിന്തിക്കണം, ആലോചിക്കണം. മനസ്സിലായോ? എനിവേ, എനിക്കറിയാം സമയം കൂട്ടിപ്പോയിന്ന്. സഹിഷ്ണു എന്നുള്ള വാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് കയറിപ്പോയി. സാരില്ല, ഉപയോഗപ്രദമാവുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. അപ്പം അടുത്ത നാമം നമുക്ക് നാളെ നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദുച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ
ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.